ഏറെക്കാലമായി എന്നും വാർത്തകളിൽ നിറയുന്നതാണ് കേരളത്തിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മത്സര ഓട്ടവും അതിനെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങളും മരണങ്ങളുമൊക്കെ. സ്കൂൾ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നതും സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്നതുമെല്ലാം ഇവരുടെ ഹോബിയാണ്. 2 ദിവസം മുന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ഒരു സംഭവം നടന്നത്. കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് വരികയായിരുന്ന ഒരു പ്രൈവറ്റ് ബസ്, അതിലുണ്ടായിരുന്ന യാത്രക്കാരിയായ യുവതിയെ രാത്രി 8 മണി കഴിഞ്ഞ സമയത്ത് പുതിയ ദേശീയപാതയിലുള്ള ഉയരപാതയിൽ ഇറക്കിവിട്ടു. യുവതിയെ ദേശീയപാതയിൽ ഇറക്കിവിട്ട ബസ്സുകാർ ചീറിപ്പാഞ്ഞു പോവുകയും ചെയ്തു. എങ്ങനെ അവിടെ നിന്നും പുറത്തിറങ്ങാൻ എന്നറിയാതെ കുറെ നേരം യുവതി അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. ഒടുവിൽ താഴെ സർവീസ് റോഡിൽ കൂടി പോവുകയായിരുന്ന നാട്ടുകാരിൽ ചിലർ മുകളിൽ ഒരു പെൺകുട്ടി ഇരുട്ടിൽ പരിഭ്രമിച്ച് നിൽക്കുന്നത് കണ്ടു. അതോടെ നാട്ടുകാരിൽ ചിലർ അടുത്തുള്ള വീട്ടിൽ നിന്നും ഒരു ഏണി സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് യുവതിയെ അതുവഴി താഴേക്ക് ഇറക്കുകയായിരുന്നു. ഈ മനുഷ്യത്വരഹിതമായ പ്രവൃത്തി ചെയ്തത് കൃതിക എന്നു പേരുള്ള സ്വകാര്യ ബസ്സാണ്. ഒരു പെൺകുട്ടിയെ രാത്രി സമയത്ത് അവിടെ ഇറക്കിവിടുന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒന്നല്ല. എന്നാൽ ഇത്തരം മാനുഷിക മൂല്യങ്ങൾ ഉള്ളവരോ ചെയ്യുന്നത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ കഴിവുള്ളവരോ അല്ല ആ ബസ്സിൽ ജോലി ചെയ്യുന്നത്. ആ ഹൈവേയിലെ വർക്കുകൾ തീർന്നിട്ടില്ലെന്ന് മറ്റാരേക്കാളും നന്നായി ഈ ബസ്സിലെ ജോലിക്കാർക്ക് അറിയാവുന്നതാണ്. അങ്ങനെയിരിക്കുകയാണ് രാത്രി സമയത്ത്, അതും വെളിച്ചമില്ലാത്ത ഒരിടത്ത്, പ്രത്യേകിച്ച് മറ്റ് കാൽനട യാത്രക്കാരില്ലാത്ത സമയത്ത് ആ പെൺകുട്ടിയെ ഇറക്കി വിടുന്നത്. അവിടെ നിന്നും വീട്ടിലേക്ക് പോകാനോ അടുത്ത ബസ്സിൽ കയറാനോ വേണ്ടി മേൽപ്പാലത്തിലൂടെ ഒരുപാട് ദൂരം മുന്നോട്ട് ഒറ്റയ്ക്ക് നടക്കണം. പിന്നീട് അവിടെയുള്ള സർവീസ് റോഡിലേക്ക് ഇറങ്ങി വീണ്ടും കുറേ ദൂരം പിന്നോട്ട് നടക്കണം. അപ്പോഴാണ് മറ്റ് ബസ്സുകളോ ഓട്ടോറിക്ഷയോ ഒക്കെ കിട്ടുന്നത്. ഇത് ബസ്സുകാർക്ക് നന്നായി അറിയുകയും ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നതോടെ ബസ്സുകാർക്ക് നേരെ ഒട്ടേറെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ശരിയായ രീതിയിലുള്ള പ്രതികരണം ഇന്നലെ രാത്രിയിലുണ്ടായിരുന്നു. ദേശീയപാതയിൽ യാത്രക്കാരിയെ ഇറക്കിവിട്ട സംഭവത്തിൽ നാട്ടുകാർ ഈ ബസ് തടഞ്ഞ് പ്രതിഷേധം അറിയിച്ചു. രാത്രി 8 മണിയോടെയാണ് ബസ് തടഞ്ഞത്. അടുത്തിടെയായി തിക്കോടിയിലെത്തുന്ന യാത്രക്കാരെ ദേശീയപാതയ്ക്ക് മുകളിൽ രാത്രികാലങ്ങളിൽ അടക്കം ഇറക്കിവിടുന്നത് നിത്യസംഭവമായി മാറിയിരുന്നു. ഏണി ഉപയോഗിച്ചാണ് പലപ്പോഴും യാത്രക്കാരെ താഴെ ഇറക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഈ ബസ് സർവീസ് റോഡിലൂടെ പോകാതെ യുവതിയെ മുകളിലെ ദേശീയപാതയിൽ ഇറക്കിവിട്ട സംഭവം കൂടിയായതോടെ വ്യാപകമായ പ്രതിഷേധം നാട്ടുകാരിലുമുണ്ടായി. അതിന്റെ ഭാഗമായാണ് നാട്ടുകാർ ബസ് തടഞ്ഞ് പ്രതിഷേധിച്ചത്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിനെതിരെ ജനങ്ങൾ പരാതി നൽകേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. പരാതി നൽകുന്നവർ തങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായ ബസിന്റെ നമ്പർ, സംഭവം നടന്ന തീയതി, സമയം, സ്ഥലം എന്നിവ രേഖപ്പെടുത്തണം. ഒപ്പം നിങ്ങളെ ചീത്ത വിളിക്കുകയോ തട്ടിക്കയറുകയോ ചെയ്യുമ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചാൽ അതും ഏറ്റവും ശക്തമായ ഒരു തെളിവാണ്. കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് പരാതി അയക്കാവുന്നതാണ്. സബ്ജക്റ്റിൽ വണ്ടിയുടെ നമ്പർ എഴുതുക. നിങ്ങളുടെ പരാതിയും തെളിവുകളും അതിൽ അറ്റാച്ച് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പറും അതിന്റെ കൂടെ വെക്കുക. MVയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് നമ്പർ വഴിയും പരാതിപ്പെടാവുന്നതാണ്. 9188961100 എന്ന നമ്പറിലേക്ക് പരാതികൾ അയക്കുക. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി ഓടുന്ന സ്വകാര്യ ബസ്സുകാരോട് യാതൊരു സഹതാപവും കാണിക്കേണ്ട കാര്യമില്ല. റോഡുകൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഉള്ളതാണ്. ലഹരിക്ക് അടിമപ്പെട്ട് മരണപ്പാച്ചിൽ നടത്തുന്നവർക്ക് മാത്രമുള്ളതല്ല കേരളത്തിലെ റോഡുകൾ.